പ്രിയമുള്ളവരെ, ഞാൻ പോളച്ചമ്മണിയങ്കോട്ട്. നമ്മുടെ സംസ്ഥാനത്തെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പൗരന്മാർക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ 10,000 രൂപ മിനിമം പെൻഷൻ നൽകണമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് 3,40,00,000 വരുന്ന ജനങ്ങളാണുള്ളത്. ഈ 3,40,00,000 ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് 5,50,000 പേര്, വളരെയധികമാണത്. പെൻഷൻകാരെന്ന് പറയുന്നവര് 4,50,000 പേര്. അപ്പൊ 5,50,000 4,50,000 കൂട്ടുമ്പോൾ 10 ലക്ഷം. 3,40,00,000 പേര് കൊടുക്കുന്ന നികുതി പണം ഈ 10 ലക്ഷം പേരാണ് ആ നികുതി പണത്തിന്റെ 80% ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ, അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിക്കണം. അതായത് 100 രൂപയിൽ 80 രൂപ ഈ 10 ലക്ഷം വരുന്നവർ ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള 20% തുക മാത്രമാണ് നമ്മുടെ നാടിന്റെ പാലങ്ങള്, റോഡുകള്, കോളേജുകള്, വിദ്യാലയങ്ങള്, കോടതികള്, മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി വരുന്ന 20%. ഇത് അനീതിയാണ്. ആയതിനാൽ നമ്മൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സീനിയർ സിറ്റിസണിന് 10,000 രൂപ മിനിമം പെൻഷൻ കൊടുക്കുന്ന ഏകീകൃത പ്ലാൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാനേജറാകുമ്പോൾ അയാൾ എടുക്കുന്ന ജോലിക്ക് റിസ്ക് ഉണ്ട്. അയാളുടെ ജോലിയല്ല അവിടുത്തെ ക്ലർക്ക് ചെയ്യുന്നത്, ക്ലർക്കിന്റെ റിസ്ക് അല്ല പിയൂൺ ചെയ്യുന്നത്. ആയതിനാൽ അവിടെ വ്യത്യസ്തമായ ശമ്പളങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവര് പെൻഷനായി കഴിയുമ്പോൾ ഇവരുടെ ശമ്പളത്തിൽ പെൻഷന് എന്തിനാണ് വ്യത്യാസം? 90,000, 80,000, 70,000, 50,000, 40,000 അങ്ങനെ ഭീകരമായ പെൻഷനുകളാണ് അവർക്ക് ലഭിക്കുന്നത്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ജോലി ചെയ്തതിന്റെ പേരിലുള്ള ഞങ്ങളുടെ അവകാശമല്ലേ പെൻഷൻ എന്നാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജോലി ചെയ്തതുപോലെയാണ് ഈ നാട്ടിലുള്ള കൂലിപ്പണിക്കാരനും ഓട്ടോറിക്ഷക്കാരനും കർഷകനും കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളികളും എല്ലാം ജോലി ചെയ്യുകയാണ്. സർക്കാരിന്റെ ശമ്പളം മേടിച്ച നിങ്ങള് ഫാനിന്റെ അടിയിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ പാവങ്ങള് എല്ലുമുറിയെ പണി ചെയ്ത് അവരുടെ മേഖലകളിൽ അവർ ജോലി ചെയ്യുന്നു. 60 വയസ്സ് കഴിയുമ്പോഴേക്ക് അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു. അവർ വീട്ടിൽ വേണ്ടാത്തവരായി മാറുന്നു. അവർ അനാഥാലയങ്ങളിലേക്ക് മാറേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് ഒരു മിനിമം പെൻഷൻ ലഭിക്കണ്ടേ? ഇതൊരു സോഷ്യലിസ്റ്റ് രാജ്യമല്ലേ? ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സ്വത്ത് ആ രാജ്യത്തെ എല്ലാവർക്കും ലഭിക്കുന്നതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ആയതിനാല് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ സംസ്ഥാനത്തെ മുഴുവൻ 60 വയസ്സ് കഴിഞ്ഞവർക്കും മിനിമം 10,000 രൂപ കൊടുക്കുന്ന പെൻഷൻ സർക്കാർ നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വേണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു 25,000 രൂപ ഏറ്റവും മാക്സിമം പെൻഷൻ ആയിക്കോട്ടെ. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരമാവധി പെൻഷൻ 25,000 ആകാം. 90,000 കിട്ടുന്ന ആള് അയാളുടെ പെൻഷന്റെ 10,000 15,000 ചെലവാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള തുക ബാങ്കിലേക്കാണ് ഇടുന്നത്. ആയതിനാല് അതൊരു അനീതിയാണ്, അതൊരു വഞ്ചനയാണ്, അതൊരു ശരിയല്ല. പല രാജ്യങ്ങളിലും ഏകീകൃത പെൻഷനുണ്ട്, സീനിയർ സിറ്റിസൺമാർക്ക് പെൻഷനുണ്ട്. മാത്രമല്ല, ഈ 10,000 രൂപയുടെ പെൻഷൻ ലഭിക്കുമെന്നറിയുമ്പോൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണ കുടുംബങ്ങളിൽ അനാഥാലയങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന അച്ഛനമ്മമാർക്ക് അനാഥാലയങ്ങളിലേക്ക് പോകാതെ അവരെ സംരക്ഷിക്കാൻ ആളുകൾ ഉണ്ടാകുകയും വരും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാർഗത്തിലൂടെ ഇതിൽ പങ്കാളികളാകണം. 1 ഇന്ത്യ 1 പെൻഷൻ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.